കെ കരുണാകരൻ മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ആരുടെ കൂടെ വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടത്? ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കൊന്ന് ഏറ്റവും എൻജോയ് ചെയ്തു ഉമ്മൻചാണ്ടി സാറിന് ഇത്രയും ഇൻ്റലിജൻറ്റും ഇത്രയും വാട്ട് യു സേ ഓർമ്മയുള്ള ഒരാളെ ഞങ്ങൾ ഈ പറയുന്ന വലിയ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നും അങ്ങനെ ഒരു പാതി പോലും ബുദ്ധി കാണുകയില്ല, ബുദ്ധിയും കാണുകയില്ല, ഓർമ്മശക്തിയും കാണുകയില്ല. ഇത്രയും ക്വിക്ക് ഇൻ ഇസ് അപ്ടേക്ക്. You might have politically, you might have difference of opinion, but as a person ഇത്രയും ഇൻ്റലിജൻറ്റും ഇത്രയും ക്വിക്ക് ഇൻ ഇസ് അപ്ടേക്ക് ആൻഡ് മെമ്മറി പവർ നമ്മളെയൊക്കെ പണിയിപ്പിക്കും. നമ്മളൊരു കാര്യം പറയും, 2 ആഴ്ച കഴിയുമ്പോൾ അതിൽ എയർപോർട്ടിൽ കൂടെ വരും, ഒരു കാര്യം പറഞ്ഞായിരുന്നു മറന്നുപോയായിരിക്കും അല്ലേ അത്, ഞാൻ അയ്യോ സാറേ മറന്നു. രണ്ടാമത്തെ പ്രാവശ്യം പുള്ളി ചോദിക്കാൻ നമ്മൾ അവസരം കൊടുക്കുക. ദിസ് എ വേ ഹി യൂസ് ടു മേക്ക് പീപ്പിൾ വർക്ക്. അങ്ങേരെ മെമ്മറി പവർ നമ്മളെ കാണുമ്പോൾ അറിയാം പുള്ളി ഏതൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അത് വെച്ചിട്ട് അന്നേരം നമ്മൾ യു ഫീൽ പ്രിറ്റി ഗിൽറ്റി. ഐ തോട്ട് ഇറ്റ് വാസ് ദ ബെസ്റ്റ് മാനേജർ ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ്. കരുണാകരൻ സാറിൻ്റെ അത്രയും ബോൾഡ് ഡിസിഷൻ മേക്കർ വേറെ ബോൾഡ് ഡിസിഷൻ മേക്കർ. അതായത് പക്ഷെ വേറെ വശമുണ്ട്, അത്രയും ബാക്ക് ചെയ്ത് നമ്മൾ പോയി ചെന്ന് പറഞ്ഞാലേ പുള്ളി ചെയ്യുള്ളൂ. തിരിച്ചൊന്ന് ആലോചിച്ചേ, കരുണാകരൻ സാറിൻ്റെ പറയുന്നത് ഈ കൊച്ചി എയർപോർട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്തായിട്ട് പുള്ളി പറയുന്നുണ്ട് ആരെങ്കിലും? ആരായിരുന്നു? ജോസഫ് തോമസ്, എൻ്റെ ബ്രദറായിരുന്നു ഗോശ്രീ. ആദ്യം തോമസ്, അത് കഴിഞ്ഞിട്ട് KM എബ്രഹാം. വേറെ എന്തെങ്കിലും പുള്ളിയുടേതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പുള്ളിയുടെ ഒരു ഗുണം അങ്ങനെയുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഫ്രീഡം കൊടുക്കും. കരുണാകരൻ സാറിൻ്റെ ഒരു മിടുക്കതായിരുന്നു പുള്ളിക്ക്. ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ പഠിപ്പിച്ച തന്നെയാണ് എയർപോർട്ട് പണിയുന്നത്, പക്ഷേ ഹാർട്ട് ഓഫ് ഹാർട്ട്സ് ഐ ന്യൂ ഈ ഹാഡ് ഫെയ്ത്ത് ഇൻ മീ. പിന്നെ നമ്മളൊരു അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ സേവ്സ് യു. നമുക്കൊരു പ്രശ്നം വന്നാൽ ഇങ്ങനെ ഈ വിജിലൻസ് കേസുകളൊക്കെ എന്തോരം വരുമോ, നമുക്ക് ചിലപ്പോൾ മടുക്കും. ഞാൻ പറയും സാറേ മടുത്ത് എന്നും ചില കേസൊക്കെ വിജിലൻസ് കേസ് എന്ന് പറയും ലാൻഡ് വില കുറച്ച് മേടിച്ചു എന്തെല്ലാം പുള്ളി. നമുക്ക് അത് കാരണം ഇപ്പോഴേക്ക് എന്ത് വിജിലൻസ് കേസ് വന്നാലും നമുക്കൊരു കൂസലില്ലായ്മേൻ്റെ കാരണം അതാണ്. അന്നേരം ഈ പുള്ളിയുടെ അടുത്ത് അന്നേരം നമ്മൾ ചെന്ന് പറയുകയോ സാറേ സ്ഥാനം പോകണം കുഴപ്പമില്ല. കാരണം സാർ അത് ഏറ്റവും ബുദ്ധിമാനും ഇതുള്ള ഉമ്മൻചാണ്ടി കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു കോൺസെപ്റ്റ് പറയും. ഇപ്പം ഈ ഉദാഹരണം ഐ ടെൽ യു ഓൺ ടു ദിസ് സോളാർ പ്രോജക്റ്റ്. അത് ഞങ്ങൾ ചെയ്ത് 2013 ആദ്യത്തെ. ഞങ്ങൾ അന്ന് ഈ സരിതയുടെ കത്ത് നിൽക്കുന്ന സമയം. സോ ഐ മെറ്റ് ഹിം ഇൻ ദി ഈവനിങ്, ഓൾമോസ്റ്റ് 11 o'clock in the night in the office, പുള്ളിയുടെ സെക്രട്ടറി. ഞാനന്ന് ഐ വർക്ക് കൊച്ചി എയർപോർട്ടും അതും ഇതുമായിട്ട് ഷട്ടിൽ ചെയ്യുന്ന സമയം. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അന്നേരം ഇപ്പോൾ ഈ സരിതയുടെ ഇതെല്ലാം ഇത് കാരണം നമുക്കൊരു സംശയമാണ്, ഇത് വേണോ അതെന്നല്ല, പക്ഷേ ഇതൊരു വലിയ കോൺസെപ്റ്റായിരിക്കും. അന്നേരം ഒന്നുകൂടെ പറയാൻ പറ്റും. അന്നേരം ഞാൻ പറഞ്ഞിങ്ങനെ ഈ 100% സോളാർ ഇതുവരെ ഒരു ലോകത്തിലൊരാളും ചെയ്തിട്ടില്ല, ഭയങ്കര ഇത് ഇങ്ങനെ ഇത്രയും സേവിങ് എയർപോർട്ടിലുണ്ട്. ഗോ ഹെഡ്. ഞാൻ പറഞ്ഞു സാർ ഈ സരിതയുടെ ഒക്കെ നിൽക്കുന്നതാണ്, ഞാനൊക്കെ ഫ്രണ്ട്ലി ആയിരുന്നു. കുരിയ ഇതൊക്കെ പൊളിറ്റിക്സാണ്, ഇന്നല്ലേ നാളെ ഇതൊക്കെ തെറ്റാന്ന് തെളിയും. എനിക്ക് അത്രയും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ അങ്ങേരല്ലാതെ ഒരാൾ പോലും ആ ധൈര്യം കാണിക്കില്ല. പക്ഷേ മറ്റുള്ള മന്ത്രിമാർ പോലും ഇത് വേണമെന്ന് എന്നോട് ചോദിച്ചു ഈ ബോർഡിൽ ഇത് വന്നപ്പോൾ. പുള്ളിയാണ് പറഞ്ഞത് ശരിയാവും, അത് ഒരു കുഴപ്പമില്ല. എത്ര പേർക്കുണ്ടായിരുന്നു ധൈര്യം അത് ചെയ്യാൻ. ആൻഡ് ഹി വാസ് സോ അന്നേരം ഇങ്ങനെ അതുവരെ ഇപ്പോഴും ഒരാൾക്ക് പോലും കൊച്ചി എയർപോർട്ടിൻ്റെ ഈ ഒരു 100% സോളാർ ഇതുവരെ ആരും ചെയ്തിട്ടില്ലല്ലോ. അന്നേരം അതിൻ്റെ അകത്ത് നമ്മൾ ഇത്തിരി സൂത്രം കളിച്ചു. ഇത് ഈ KSEBക്കാരെ അടുക്കുകയില്ല. അന്നേരം നമ്മളെന്നെ കാണിച്ചു ഈ ആര്യാടനെ. പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട് സാറേ, ഗവൺമെൻറ് സഹായിക്കുന്നു KSEB ഈ പകൽ കൂടുതൽ വരുന്ന ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് എടുത്തിട്ട് രാത്രി നമുക്ക് തിരിച്ചു തരണം. അത് ഇവർ സമ്മതിക്കുന്നു, ഇവരും അടുക്കുന്നതിന്. എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അധ്യക്ഷൻ നമുക്ക് ആര്യാടനെ ആക്കാം, ഞാൻ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പോയി ആര്യാടനാണ്, ഞാൻ ആക്ച്വലി ന്യൂ വെരി വെൽ. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനൊരു കോൺസെപ്റ്റാണ്, ഇത്തിരി ഒരു വിഷയമാണ്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. പുള്ളി KSEB അന്ന് ശിവശങ്കരനാണ് KSEB പറഞ്ഞു, ഇത് നമുക്ക് ഗവൺമെൻറ് ഒരു പ്രസ്റ്റീജായിട്ടുള്ള പരിപാടിയാണ്, നിങ്ങൾ ഗ്രിഡിലേക്ക് ഇത് എടുത്തേ തീരൂ.
എന്നിട്ട് രാത്രി തിരിച്ചു കൊടുക്കണം. സമ്മതിച്ചു ഞങ്ങൾ. പുള്ളി ആര്യാടൻ അധ്യക്ഷനായിട്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിട്ടും ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം തീർത്തു. ഇങ്ങനെയാണ് നമ്മൾ പകുതി പ്രശ്നങ്ങളും തീർക്കുന്നത്. ഇവരുടെ ഈഗോയെ നമ്മളൊന്ന് പാമ്പർ ചെയ്ത് കൊടുക്കുക. പിന്നെ ശിവശങ്കരനോട് ഐ വാസ് ക്വൈറ്റ് ഫ്രണ്ട്ലി. ശിവശങ്കരനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് മാനേജ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഉമ്മൻചാണ്ടി സാറിനെ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു വന്ന കോൺസെപ്റ്റ് അതാണ്. ശരിക്കും പറഞ്ഞു ഇതെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഷെയർ കൊടുക്കും. 2006 വരെ അതെന്ന് വെച്ചാൽ നമ്മൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കുമായിരുന്നു. ഇത് ഇവർ ഇതിൻ്റെ പറഞ്ഞത് നമ്മുടെ എംപ്ലോയീസിന് കൊടുത്ത ഷെയർ വേറൊരാൾക്ക് കൊടുത്തു, ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നത്. ഞാനും സെബാസ്റ്റ്യനോട്ട് ഒരു ബന്ധവുമില്ല. അത് അയാളുടെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മൾ ഷെയർ ആര് ചോദിച്ചാലും കൊടുക്കും. 2006 മാർച്ച് വരെ എനിബഡി ഹു ആസ്ക്ഡ് ഫോർ ഷെയർസ് വർ ഗിവൺ. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയില്ല. അതിൻ്റെ അകത്ത് 10 രൂപയ്ക്കാണ് എല്ലാവർക്കും കൊടുത്തത്. അത് ഈ 2006 റൈറ്റ്സ് കൊടുത്തതും 10 രൂപയ്ക്കാണ്. എനിക്കില്ല. ഇത് ചുമ്മാ വെറുതെ സ്റ്റോക്ക് ഓപ്ഷൻ ഞാൻ ഇന്നയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇത് വെറുതെ അവിടെ ഞങ്ങളുടെ സ്റ്റാഫിൽ കുറച്ച് പേർക്ക് നമ്മൾ നടപടി എടുക്കുമല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു കേസ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോഴത്തെ ആളുമൊക്കെ പിന്നിലുണ്ട്. കൊടുത്തു എന്നാണ് പറഞ്ഞത്. എനിക്ക് കൊടുക്കാൻ പറ്റും ഒരാൾക്ക് വ്യക്തിപരമായിട്ട്. ഇറ്റ്സ് എ ബോർഡ് ഉള്ളി ടേക്സ് എ ഡിസിഷൻ. ഒന്നത്. 2, ഞാനും ആ പുള്ളിയോട് ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ എൻ്റെ പേര് വന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കാകെ ഉണ്ട് 9000 ഷെയറുണ്ട്. അത് ഇങ്ങനെ നമ്മൾ തന്നെ മേടിച്ചതാണ്. ആദ്യം 500 ഷെയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ റൈറ്റ്സ് ഇഷ്യൂ വരുമല്ലോ, അതിൻ്റെ അകത്ത് കിട്ടുന്ന ഷെയർ. ഓ വെരി എക്സ്ട്രീംലി ഹാപ്പി. വാട്ട് ഡു യു വാണ്ട്? നമ്മൾ ഒരു എത്ര തലമുറ വിൽ ആക്ച്വലി റിമെമ്പർ യു ഫോർ ദിസ് എയർപോർട്ട് ഇറ്റ് സെൽഫ്. But you were a very successful district collector. Then you moved to CR. But you missed out you didn't go central deputation. You could have gone for higher post. അത് ആക്ച്വലി ഒരു ഗുഡ് ക്വസ്റ്റ്യനാണ്. ആക്ച്വലി വൺ കുഡ് ഹാവ് ഗോൺ ഹയർ അപ്പ് ഇൻ ദി ഇന്ത്യൻ ബ്യൂറോക്രസി ഒക്കെ പോകാമായിരുന്നു. You make some compromise. You don't want to lose out on your family life also. ഞാൻ ഏതായാലും ഡൽഹിക്ക് പോകുമ്പോൾ ഇപ്പോഴും കുട്ടികളുടെ എഡ്യൂക്കേഷൻ എഫക്റ്റഡ് ആകുമായിരുന്നു. ദാറ്റ് വാസ് വൺ ഓഫ് ദ മേജർ തിങ്സ്. ആൻഡ് ഐ ഓൾവേസ് ഫെൽ ദാറ്റ് ഡൽഹി ഈസ് എ ഡിഫിക്കൽട്ട് പ്ലേസ് ടു ബി ഇൻ. വെരി ഡിഫിക്കൽട്ട് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ. നമ്മുടെ ഈ ഓണസ്റ്റി ഒന്നും അത്ര വണ്ടി ഓടുന്ന സ്ഥലമല്ലാന്ന് തോന്നി എനിക്ക്. എയർപോർട്ട് തന്നെ. കാരണം ഫ്രം നത്തിങ്, ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയുടെ സക്സസ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞു 93 പറഞ്ഞു. 99 ഐ ഹാഡ് ദി എയർപോർട്ട് അപ്പ് ആൻഡ് റണ്ണിങ് വിത്ത് 20,000 rupees വെച്ചിട്ട് തുടങ്ങി. അതല്ലേ ഏറ്റവും വലിയ കരിയറിൽ ഏറ്റവും വലിയ ഒരിതായത്. ഒരു ആർക്ക് പറ്റും? Look at such a lot of people have been employed. The city has grown. Even today, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ഹനോയ് വരെ പോയിരുന്നു. എനിക്കിത് സിംഗപ്പൂർ എയർപോർട്ട് വന്നപ്പോൾ 2-3 മലയാളികൾ വന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് സെൽഫി എടുക്കുകയാണ്. ഇൻഫാക്ട് ഐ വാസ് സർപ്രൈസ്. ആക്ച്വലി ഐ ലെഫ്റ്റ് ദാറ്റ് കമ്പനി ഓൾമോസ്റ്റ് 3 years, മോർ ദാൻ 3 years. സ്റ്റിൽ പീപ്പിൾ ചെറിഷ് യുവർ കോൺട്രിബ്യൂഷൻ. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. Money, I mean, you may not be very rich and all, but then I thought I'm a pretty happy man in the sense that you did something good for the society. ആർക്കെങ്കിലും കൊച്ചിക്കാർക്ക് പറയാൻ പറ്റും ഈ എയർപോർട്ട് സീപോർട്ട് റോഡ് ഈ കാണുന്ന സകല ഈ റെയിൽവേ ഓഫീസ് ഇതൊക്കെ ഞാൻ തുടങ്ങിയതാണ്. ഈ കൊച്ചിയിലേക്കായിരുന്നു രാജേഷ് കൊച്ചിൻ റിഫൈനറിയിലേക്കുള്ള ആ റെയിൽവേ ഓഫീസ് ഞങ്ങൾ ഒരു പുതിയ കോൺസെപ്റ്റ് വെച്ച് കൊണ്ടുവന്നതാണ്. സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫ്യൂച്ചർ റിസീവബിൾസ് എന്ന് പറഞ്ഞു. അതൊക്കെ ഐ ഡിഡ് ദിസ് ഇൻ 2004. അതൊക്കെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത സമയത്താണ്. ധനലക്ഷ്മി ബാങ്ക് വെച്ച് 1 കോടി രൂപ വെച്ചാൽ അത് ഇപ്പം എടുത്ത് കളഞ്ഞ ഇത് അങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റി സിൻസ് യു വെർ ഇൻ കേരള. മേ ബി ഡൽഹി കുഡ് ഹാവ് ബിൻ ബെറ്റർ, കുഡ് ഹാവ് ബിൻ വേഴ്സ്, ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക്. ആക്ച്വലി കരിയറിൽ പ്രത്യേകിച്ച് ഒത്തിരി പേര് എന്നെ വിളിച്ചതാണ് കേട്ടോ. ഈ പ്രൈവറ്റ് സെക്ടർ കൂടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് എന്നോട് ഈ അന്ന് KM ചന്ദ്രശേഖർ സാറ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത്
ഹി വാസ് സോ ഇൻസിസ്റ്റൻറ്റ്. ഞാൻ പറ്റില്ല സാർ, എനിക്ക് കഴിയില്ല. പ്രോബ്ലി ഐ ബിക്കം ആസ് എൻ്റെയൊക്കെ ചില കൊളീഗ്സൊക്കെ തമാശയായിട്ട് പറയുന്നത്, ഐ വാസ് നെവർ IAS, ഐ വാസ് EAS, എറണാകുളം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയാം. ബിക്കോസ് ഐ സ്പെൻഡ് 91 തൊട്ടിട്ട് ഇവിടെ വന്നിട്ട് 6 years സെക്രട്ടറി വർക്ക് ചെയ്യുന്ന സമയത്തല്ലാതെ ഐ ബീൻ ഇൻ എറണാകുളം ഫോർ ലോങ്. ഐ നോ എറണാകുളം മച്ച് ബെറ്റർ ദാൻ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹു ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. അത്രയും കളക്ടറായിരുന്നു ഞാൻ. മൂവാറ്റൂർ സബ് കളക്ടറായിരുന്നു, എറണാകുളം കളക്ടറായിരുന്നു, പിന്നെ ഈ എയർപോർട്ടിൻ്റെ പുറകെ നടന്നു.